അത് വായിച്ചു, ഡിസ്മിസിലാണ്. അപ്പം ഇന്നു മുതൽ പോലീസിലില്ല. അപ്പം പോലീസിലല്ലാതെ കൊടുക്കുന്ന ആദ്യത്തെ ബൈറ്റാണ് ഇന്നത്തേത്. നമുക്ക് ഒരു മനുഷ്യന് നമ്മുടെ സ്റ്റേഷനിൽ വരുന്ന ഒരു മനുഷ്യന്, ഒരു സാധാരണക്കാരന് നീതി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ഇരിക്കുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ വളരെ ആത്മനിന്ദയോടെ നമ്മൾ ജോലി ചെയ്യേണ്ട പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല പോലീസുകാരും അത് നേരിടുന്നതുമാണ്. നിരവധി കുറ്റാരോപണങ്ങളുമായി പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട ഉമേഷ് വള്ളിക്കുന്നാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ ഉത്തരവ് കൈ കിട്ടിയോ? കിട്ടി. പ്രതീക്ഷിച്ചിരുന്നാണോ അങ്ങനെ ഒരു നടപടി? നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. നമ്മൾ നോട്ടീസ് വന്നപ്പോൾ മറുപടി കൊടുത്തിരുന്നു. അപ്പം അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, മീഡിയനോടൊക്കെ പറഞ്ഞിരുന്നു, ഇത് മറുപടി എന്നുള്ളത് ഒരു പ്രഹസനം പോലെയാണ് അവർ സമീപിക്കുകയുള്ളൂ, തൃപ്തികരമല്ല എന്ന് പറഞ്ഞിട്ട് പിരിച്ചുവിടുന്നു. അപ്പോൾ ആ ഓർഡറാണ് 21-ാം തീയതിയുള്ള ഓർഡറാണ് ഇന്നാണ് കൊണ്ടുതന്നത്. അപ്പം അത് കിട്ടി. ആ കുറ്റപത്രം പോലെ വലിയ ചാർജ് ഷീറ്റാണ് ഒരു പിരിച്ചുവിടൽ ഉത്തരവിലുള്ളത്. ഒരുപാട് കുറ്റങ്ങളൊക്കെ പറഞ്ഞത് അത് മൊത്തം വായിച്ചു നോക്കിയോ? എന്തൊക്കെയാണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം? അത് നമുക്ക് അന്ന് നോട്ടീസിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് ഈ സംഭവം ഇറക്കിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് ഈ പിരിച്ചുവിടൽ ഉത്തരവ് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് എസ് പിക്കും ധാരണയില്ലാന്ന് തോന്നുന്നു. എന്തായാലും അത് കിട്ടി. അത് മുമ്പ് വായിച്ചതുകൊണ്ട് ആദ്യത്തെ ഭാഗമൊന്നും വായിച്ചില്ല, അവസാന ഭാഗം മാത്രമേ നമുക്ക് വായിക്കാനുള്ളൂ. അത് വായിച്ചു, ഡിസ്മിസിലാണ്. അപ്പം ഇന്നു മുതൽ പോലീസിലില്ല. അപ്പം പോലീസിലല്ലാതെ കൊടുക്കുന്ന ആദ്യത്തെ ബൈറ്റാണ് ഇന്നത്തേത്. ഇനിയിപ്പോ എങ്ങനെ മുന്നോട്ട് പോകാനാണ്? കോടതിയെ സമീപിക്കാൻ തന്നെ അല്ലേ തീരുമാനം? ഇതിലിപ്പോൾ ഒരു അപ്പീൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. SP ആണ് പിരിച്ചുവിട്ടത്, അതുകൊണ്ട് തന്നെ ഒരു അപ്പീൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് DIGക്ക്. അതും പക്ഷേ ഇതുപോലെ അവർ ഒരു പ്രൊഫഷനായിട്ട് അതിനെ സമീപിക്കുള്ളൂ. അപ്പോൾ അതിനുശേഷം നമുക്ക് CAT പോകാം, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോകാം. ട്രിബ്യൂണലിന് ശേഷം അവിടെ നിന്ന് തള്ളുകയാണെങ്കിൽ നമുക്ക് കോടതിയിലേക്ക് പോകാം. അങ്ങനെ കോടതിയിൽ പോയിട്ട് ഒരു ബ്രേക്ക് എടുത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം പോലീസിൽ തിരിച്ചെത്തുന്നത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ പോലീസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പണിയില്ലാതാവുകയാണ്. എന്താണ് പണിയില്ലാതാവുക എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. പക്ഷെ നമ്മളിപ്പോൾ ഒരു 18 മാസത്തിലധികം സസ്പെൻഷനിലാവുമ്പോൾ നമുക്ക് ഈ പിരിച്ചുവിടൽ വന്നാൽ എങ്ങനെ ജീവിക്കാം എന്നുള്ളൊരു പ്ലാൻ നമ്മൾ ഉണ്ട്. അത് എത്രത്തോളം വർക്കാവും നമുക്ക് കണ്ടറിയാം. എന്തായാലും ജനുവരി തൊട്ടിട്ട് വേറെ ജോബ് നമ്മൾ ചെയ്യും. ഏതായാലും ഇപ്പോൾ ഈ ഒരു അതിൽ പറഞ്ഞ കുറേ കുറ്റാരോപണങ്ങൾ, അതായത് മേലധികാരികളെ പരിഹസിച്ചു, സോഷ്യൽ മീഡിയയിൽ ഇടപെട്ടു, അതുപോലെ തന്നെ പോലീസ് നടപടിയേക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയെന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഇത് ആർക്ക് വേണ്ടിയായിരുന്നു ഇത്തരം പ്രതികരണങ്ങളൊക്കെ നടത്തിയത്? നമ്മളുടെ തന്നെ വ്യക്തിപരമായിട്ടുള്ള നമ്മളൊരു സംതൃപ്തിയാണ്. നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. നമ്മൾ നീതിപാലകർ എന്നാണ് പോലീസുകാരെ കുറിച്ച് പറയുന്നത്. നമുക്ക് ഒരു മനുഷ്യന്, നമ്മുടെ സ്റ്റേഷനിൽ വരുന്ന ഒരു മനുഷ്യന്, ഒരു സാധാരണക്കാരന് നീതി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ഇരിക്കുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ വളരെ ആത്മനിന്ദയോടെ നമ്മൾ ജോലി ചെയ്യേണ്ട പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല പോലീസുകാരും അത് നേരിടുന്നതുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു അടിമത്ത സ്വഭാവത്താണ് നമ്മൾ ട്രെയിനിങ്ങിൽ സൃഷ്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് ഭേദിക്കണമെന്നും നമ്മൾ അടിമകളല്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ ഈ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത്. ആ പ്രതികരണങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നുപോലും തെറ്റാണെന്നോ ഞാൻ വ്യാജമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞെന്നോ ഇവർക്ക് ഈ പിരിച്ചുവിടൽ വരെ പറയാൻ പറ്റിയിട്ടില്ല. പകരം അവർ പറയുന്നതെന്ന് വെച്ചാൽ പരസ്യമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. ഇതിപ്പോൾ രഹസ്യമായിട്ട് ഇപ്പോൾ നമ്മൾ പ്രോപ്പർ ചാനൽ കൊടുക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ SPക്കെതിരെയോ അല്ലെങ്കിൽ DYSPക്കെതിരെയോ CIക്കെതിരെയുള്ള പരാതി പ്രോപ്പറായിട്ട് അയച്ച് അവിടെ എത്തിയാൽ തന്നെ ആരും അറിയില്ല, ഒരു നടപടി ഒട്ടും ഉണ്ടാവില്ല. മാത്രമല്ല നമ്മൾക്ക് പണി കിട്ടുകയും ചെയ്യും, അതും ആരും അറിയില്ല. നമ്മളെ പിരിച്ചുവിട്ടാൽ പോലും ആരും അറിയില്ല. പക്ഷെ നമ്മൾ പരസ്യമായി പ്രതികരിക്കുമ്പോൾ പലതിനും റിസൾട്ട് ഉണ്ടാവുന്നു. ഏറ്റവും വലുതായിട്ടെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അടിമകളല്ല തങ്ങളെന്ന് ബോധമുള്ള ഒരു വലിയ തലമുറ പോലീസിനകത്ത് തന്നെ ഇപ്പോൾ രൂപപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ പിരിച്ചുവിട്ട ഉത്തരവിന് ശേഷം തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രതികരണങ്ങൾ കണ്ടാൽ അത് സമൂഹത്തിന് വേണ്ടി അതായത് പോലീസിലെ കൊള്ളരുതായ്മകൾ തുറന്നു കാണിച്ചു, അതിന് നടപടി നേരിടുന്ന ഒരാൾ എന്ന പ്രതിച്ഛായയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ കാണുന്നത്. യഥാർത്ഥത്തിൽ അതിൽ എന്താണ് തോന്നുന്നത്? ഇന്നത്തെ പ്രതികരണങ്ങൾ ഞാൻ കണ്ടില്ല. ഇപ്പോൾ നോട്ടീസ് കിട്ടിയപ്പോഴൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. കാരണം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്തിനാണ് പിരിച്ചുവിടുന്നത്. ഒരു രാജഭരണകാലത്തെ രാജാവിൻ്റെ പുറകെ കിങ്കരന്മാർ നടക്കുന്നത് പോലെ പോലീസുകാർ DGPയുടെയും അല്ലെങ്കിൽ IPSകാരുടെയും പുറകെ കുട പിടിച്ച് നടക്കേണ്ടതില്ല എന്ന് പറഞ്ഞതാണ് എനിക്കെതിരെ വരുന്ന ആദ്യത്തെ നടപടി. അത് ജനങ്ങളുടെ അഭിപ്രായമായിരിക്കും, അത് പരിഷ്കൃത സമൂഹത്തിൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പോൾ ആ അഭിപ്രായത്തിനെതിരായിട്ടാണ് എനിക്കത് നടപടി വരുന്നത്. സ്വാഭാവികമായിട്ടും ജനങ്ങൾ നമ്മളെ കൂടെ നിൽക്കും. വേറെയും കുറെ ആരോപണങ്ങൾ അതിൽ തന്നെ പറയുന്നുണ്ട്, നടപടി നേരിട്ട കുറെ കാര്യങ്ങളായിട്ട്. അതിനൊക്കെ ഓരോന്ന് എന്താണ് അത്? ചിലത് പല നടപടികളും നമ്മൾ ഇതുപോലെ മീഡിയയോട് സംസാരിച്ചു എന്നുള്ളതാണ്. അതിലെനിക്ക് പറയാനുള്ളത്, മീഡിയയോട് നമ്മൾ പോലീസുകാർ സംസാരിക്കുമ്പോൾ നിയന്ത്രണം പാലിക്കേണ്ടതുണ്ട്. ഇതിലെന്ന് വെച്ചാൽ ഒരുപാട് 144 പോലീസുകാരെ പിരിച്ചുവിട്ടു എന്ന് പറയുന്നു. ഈ പോലീസുകാരെ എന്തിന് പിരിച്ചുവിട്ടുന്നോ, എന്തിന് അവരുടെ ജോലി പോയെന്ന് അറിയില്ല. അവർ നാട്ടിൽ പരിഹാസപാത്രങ്ങളായിട്ട്, കുടുംബത്തിൽ ഇപ്പം വരുമാനമില്ലാത്തവരായിട്ട്, അങ്ങനെ എന്താ പറയുക, നിസ്സഹാരമായിട്ട് ജീവിച്ചു പോകുന്നവരാണ്. ചിലർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതുപോലെ 100ഓളം പോലീസുകാർ ആത്മഹത്യ ചെയ്തു. അവരുടെയൊക്കെ കാരണം ഇപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു ആത്മഹത്യ ചെയ്ത പോലീസുകാരുടെ
ഫോട്ടോ വരും, ഇന്ന ആൾ മരണപ്പെട്ടു, അതിൻ്റെ കൂടെ തന്നെ വരുന്ന സാധനമാണ് കുടുംബ പ്രശ്നങ്ങളാണ് കാരണം, അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതയാണ് കാരണം എന്നൊക്കെ പറഞ്ഞ് അറ്റാച്ച് ചെയ്തിട്ട് ഒരു അന്വേഷണം വരുന്നതിന് മുമ്പ് അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടാണ് പോലീസ് ഗ്രൂപ്പുകളിൽ പോലും ഇത് പ്രചരിക്കുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥ കാരണം എന്ന് അവർക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റിയിട്ടില്ല. സ്വാഭാവികമായിട്ടും അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ മീഡിയയോട് സംസാരിച്ചു തുടങ്ങുന്നത്. നമുക്ക് പറയാനുള്ളത് എന്തുകൊണ്ട് ഞാൻ പിരിച്ചുവിടപ്പെട്ടു എന്ന് ഇപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അത്യാവശ്യം വാർത്ത കാണുന്ന എല്ലാവർക്കും എന്തുകൊണ്ട് ഉമേഷ് വള്ളിക്കുന്നിനെ പിരിച്ചുവിട്ടു എന്നറിയാം. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ നിരന്തരമായ അച്ചടക്ക ലംഘനം നടത്തിയിട്ട് ഏതോ ഒരു ആഭാസനെ പിരിച്ചുവിട്ടു എന്നുള്ള രീതിയിലായിരിക്കും സമൂഹം അത് കാണുക. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഒരു ഇടപെടൽ യഥാർത്ഥത്തിൽ പോലീസിലുള്ള കൊള്ളരുതായ്മകൾ അല്ലെങ്കിൽ പുറത്ത് ജനങ്ങൾ അറിയേണ്ട കുറേ കാര്യങ്ങൾ പുറത്ത് വരേണ്ടതുണ്ട്. അതിപ്പോൾ അതിന് താൻ ബലിയാടാവുകയാണെങ്കിൽ പോലും കുഴപ്പമില്ല എന്ന തരത്തിൽ തന്നെയാണോ ഇങ്ങനെ ഒരു ഇടപെടലൊക്കെ നടത്തിയിരുന്നത്? തീർച്ചയായിട്ടും നമ്മളൊരു ചാവേറിൻ്റെ പോലെയാണ് പെരുമാറിയത്. ബലിയാട് എന്ന് പറയേണ്ട, ചാവേർ പോലെ തന്നെ നമ്മൾ. കാരണം നമുക്കറിയാം നമ്മൾ വീഴും, നമ്മളിവർ പുറത്താക്കും എന്നൊക്കെ അറിയാം. പക്ഷെ നമ്മളിത് പറഞ്ഞിട്ടേ പോവുള്ളൂ. നമ്മളിതിനകത്ത് നിൽക്കുമ്പോൾ നമ്മളിതിനെ ചൂണ്ടിക്കാണിച്ചിട്ടേ പോവുള്ളൂ. കാരണം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതെല്ലാം ഒന്നും ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. പോലീസ് എന്ന് പറഞ്ഞാൽ ഇപ്പം 10 കൊല്ലം ഭരിച്ച ആഭ്യന്തരമന്ത്രിക്ക് പോലും ഇതിനകത്ത് എന്താ നടക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം. ഈ പോലീസിലെ അച്ചടക്കം എന്ന് പറയുന്നത്, സേനയിലെ അച്ചടക്കം യഥാർത്ഥത്തിൽ ഒരു അച്ചടക്കം എന്ന പേരിലുള്ള അടിമത്തമാണോ? ഈ അച്ചടക്കത്തിനെ പലരും വ്യാഖ്യാനിക്കുന്ന അടിമത്തമായിട്ടാണ്. കാരണം ഇപ്പോഴും നമുക്കറിയാം പോലീസുകാരുടെ വീട്ടിൽ ഓർഡർലി സമ്പ്രദായമൊക്കെ എന്നോ നിരോധിച്ച സംഭവങ്ങളാണ്. പക്ഷേ പോലീസുകാരുടെ വീട്ടിൽ പണിയെടുക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ പണിയെടുക്കുന്ന പോലീസുകാരുണ്ട്, അതിന് വില്ലിംഗ് ആയിട്ടുള്ള പോലീസുകാരുണ്ട്, വാഴക്കൃഷി നടത്തുന്ന ക്യാമ്പിൽ വാഴക്കൃഷി നടത്തി ജീവിക്കുന്ന പോലീസുകാരുണ്ട്, അതുപോലെ ചായക്കട നടത്തി ജീവിക്കുന്ന പോലീസുകാർ. ഇതൊന്നും അല്ല പോലീസിൻ്റെ പണി. അതായത് 50,000 പോലീസുകാരിൽ പകുതി പേരും മാത്രമേ പോലീസ് സ്റ്റേഷനുകളിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. അല്ലാത്ത ഓഫീസുകളിലൊക്കെ ആയിട്ട് കുറച്ച് പേരുണ്ടാവും. പക്ഷേ ഇതിൽ തന്നെ ഒരു വലിയ ശതമാനം ആൾക്കാർ ഇതുപോലെ അടിമപ്പണികളും മറ്റും ചെയ്തിട്ട് അങ്ങനെ, അതായത് പോലീസിൻ്റെ പണിയെടുക്കാതെ എങ്ങനെ ജീവിച്ചു പോകാമെന്നുള്ളതാണ് ഇവരുടെ ചിന്ത. അങ്ങനെ ജീവിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അവർ നമുക്ക് എപ്പോഴും നമ്മൾ വിമർശിച്ചുകൊണ്ടിരിക്കും. പിന്നെ രണ്ടാമത്തത് ഈ മേലുദ്യോഗസ്ഥനെ വെറുപ്പിക്കാതിരുന്നാൽ കിട്ടുന്ന സൗകര്യങ്ങൾ. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യാണ്, ഒരു ട്രാൻസ്ഫർ വരില്ല, സേഫായിട്ട് അങ്ങനെ നിൽക്കും. പക്ഷേ ഒരു വിമർശനം, ഒരു ചെറിയ എന്തെങ്കിലും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ തട്ടിത്തെറിപ്പിക്കാം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ സർക്കാരിനോ പറ്റും. അപ്പോൾ അത് ഭയന്ന് സ്വാഭാവികമായിട്ടും ഈ അച്ചടക്കത്തിനെ ഒരു അടിമത്തം എന്ന രീതിയിൽ അംഗീകരിച്ചു പോവുകയാണ് എല്ലാവരും. തീർച്ചയായും. ഏതായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഇടപെടൽ, അതുപോലെ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒക്കെ അച്ചടക്ക ലംഘനമാണ് എന്ന തരത്തിൽ കൂടി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പിരിച്ചുവിടൽ ഉത്തരവ് വന്നിരിക്കുന്നത്. ഏതായാലും അത് തനിക്ക് വേണ്ടി നടത്തിയ ഒരു പോരാട്ടമായിരുന്നില്ല, സമൂഹത്തിന് വേണ്ടിയായിരുന്നു. താൻ അതിൽ ഇപ്പോഴും അഭിമാനത്തോടെയാണ് നിലകൊള്ളുന്നത് എന്നാണ് ഉമേഷ് വള്ളിക്കുന്ന് പറയുന്നത്. ക്യാമറ പേഴ്സൺ മനീഷ് പെരുമണ്ണക്കൊപ്പം ടി അനീസ് അലി, മീഡിയ 1 കോഴിക്കോട്.